നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും ഇസ്ലാമിലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അത് വേറെ ഒന്നുമില്ല, അച്ഛൻ മരിച്ചാൽ, അച്ഛനിൽ പിതാവ് മരിച്ചാൽ പിതാവിൻ്റെ മകൻ മൈനറാണെങ്കിൽ അവരുടെ സ്വത്ത് പിതാവിൻ്റെ പിതാവിലേക്ക് മടങ്ങുമെന്നുള്ളൂ. അത് നേരിട്ട് നോക്കുക വലിയൊരു അക്ഷന്തവ്യമായ തെറ്റാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തോന്നും, അല്ലെങ്കിൽ സാധാരണക്ക് തോന്നാം, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പലരും വിളിച്ചു ചോദിച്ചു. അത് വേറൊന്നുമില്ല. ഇന്നലെ 2 ദിവസം മുമ്പ് കോട്ടയം ജില്ലയിൽ 87 ലക്ഷം രൂപ ബാങ്കിലിട്ട് ജീവിക്കുന്ന ഒരു 90 വയസ്സായ ഒരു വൃദ്ധൻ, ആരുമില്ല, അവകാശമില്ലെന്ന് പറഞ്ഞു. ആ ബാങ്ക് മാനേജറൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെയാണ്, നമ്മുടെ പണത്തിന് ഉറപ്പ് എന്നാണ് ബാങ്ക് മാനേജർക്ക്. ആ മാനേജർ കൊട്ടേഷൻ സംഘത്തെ കൊടുത്ത് 18 ലക്ഷം രൂപ കൊട്ടേഷൻ സംഘം കൊടുത്ത് ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് വരുത്തി വരുന്ന വഴിയിൽ സൈക്കിളിൽ വരുന്ന വഴിയിൽ കാറിടിച്ച് പോന്നു, പിടിച്ച് പോലീസല്ല. അപ്പോൾ ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണത്. അപ്പോൾ പണം ഉണ്ടെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെങ്കിൽ കൊല്ലാൻ എളുപ്പമുണ്ട് എന്നുള്ളത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് 1400 വർഷം മുമ്പ് പറഞ്ഞാണ്. എന്തറിയോ, ഇപ്പം മൈനർ 3 വയസ്സ് കുട്ടിയാന്ന് വിചാരിക്കാം. ഇവിടെയൊക്കെ പ്രായപൂർത്തിയാകുന്നത് 18 വയസ്സാണ് ഇന്ത്യയിൽ, മറ്റു ചില സ്ഥലങ്ങളിൽ കുറവുണ്ട് തോന്നും. 3 വയസ്സ് കുട്ടികൾ ഈ കോടിക്കണക്കിന് സ്വത്ത്, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സ്വത്ത് പാപ്പാടെ മടങ്ങിക്കഴിഞ്ഞാൽ ആ ഒറ്റ കാലം കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ വരെ അപകടത്തിലാവും. കാരണം 3 വയസ്സേ ഉള്ളൂ, അതിനെ സ്വയം നിയന്ത്രിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞറിയാം, നിങ്ങളുടെ മകൻ പ്രായപൂർത്തിയാകുന്ന സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചറിവുണ്ട് എന്നാണ് സാമാന്യ വിലയിരുത്തൽ. പ്രായപൂർത്തിയാകുന്നവരെ ആ സ്വത്ത് വല്ലിപ്പാക്ക് മടങ്ങും. ആ കുട്ടി എന്ന് പ്രായപൂർത്തിയാകുന്നു അന്ന് വല്ലിപ്പ ആ സ്വത്ത് മടക്കി കൊടുക്കുകയും ചെയ്യണം. അത് വലിയൊരു ഫിലോസഫിയാണ്, വലിയൊരു മനഃശാസ്ത്രമാണ്, വലിയൊരു തത്വമാണ്. അത് മനസ്സിലാക്കാത്ത കുബുദ്ധികൾ, ഞരമ്പ് രോഗികൾ, മണ്ട ഉള്ളവർ പറയുന്നത്, അതെന്ത് വലിയ അനീതിയാണ്. ഇത് നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, പ്രവാചകൻ 7 വയസ്സിൽ കല്യാണം കഴിച്ചു, 7 വയസ്സിൽ 9 വയസ്സിൽ വീട് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മണ്ട ശിരോമണികളെ, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇത് ആയാലും അയാൾ പറയേണ്ടതായിട്ടാണ്. മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചത്ര വെച്ചാൽ അതിപ്പോൾ ഒരു 100 വർഷമല്ലേ ഉള്ളൂ. വളരെ ചെറുപ്പത്തില്ല മഹാത്മാ കസ്തൂരിയെ കല്യാണം കഴിച്ചത്. ഇത് 1400 വർഷം മുൻപാണ്. അന്നൊക്കെ പെൺകുട്ടിയായി കഴിഞ്ഞാൽ ജനിക്കാൻ പോലും അവസരം കൊടുക്കാതെ, ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചുമൂടാണ്. പെണ്ണായി കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ കുഴിച്ചുമൂടാണ്. ഇന്ന് നമ്മൾ ആധുനിക സമൂഹം, അന്ന് ഡാർക്ക് ഏജ്, അത് ഇരുണ്ട യുഗമായിരുന്നു. ഇന്ന് ആധുനിക സമൂഹം എന്താ ചെയ്യുന്നത്, ജനിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. ഭ്രൂണഹത്യ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എത്ര ലക്ഷം പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ നടക്കുന്നത്. പക്ഷെ അതേക്കുറിച്ച് വലിയ ചർച്ച വരുന്നില്ല. ഒരു മുസ്ലിം 2ാമത് വിവാഹം കഴിച്ചാൽ അത് ഭയങ്കര ചർച്ചയാണ്. ഏതോ ആ വിഷയം നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് ഈ 7 8 പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത്. അപ്പം അതേ സ്ഥാനത്ത് ഇപ്പം ഇറാഖിലാണ്, അതൊരു പിന്നെ ക്രിസംഗി പറഞ്ഞതും പിന്നെ സൽഗി പറഞ്ഞത് ഇറാഖിൽ നിന്നാണ്. ഇറാനിലെന്ന് പറയും, ഇറാഖിൽ 9 വയസ്സ് കല്യാണം ആക്കുക, അതൊക്കെ തെറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. 18 വയസ്സ് പ്രായപൂർത്തി, അതൊക്കെ അത് ന്യായമാണ്, അതെന്തോ കുറ്റം പറയാൻ ഒക്കില്ല, അതൊക്കെ ആവശ്യമാണ്. പിന്നെ ഒരച്ഛൻ്റെ ആഗ്രഹം, അച്ഛൻ മരിക്കാൻ പോണ്, മകൾക്ക് 17 വയസ്സാകുന്നുള്ളൂ, 1 വയസ്സ് കുറവുണ്ട്, അതൊക്കെ കല്യാണം കഴിച്ചാൽ അതിന് നടപടി എടുക്കണമെന്ന് പറഞ്ഞത് മണ്ടത്തരമാണ്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് കൊടുക്കാം. ഇത് നമ്മൾ നവാബ് രാജേന്ദ്രൻ ഒരു വലിയ ഒരു വഴക്കാളിയായിരുന്നു. അദ്ദേഹം മന്ത്രി ഗംഗാധരൻ, പൈപ്പ് മന്ത്രി ഗംഗാധരൻ്റെ മകളുടെ കല്യാണത്തിന്
18 വർഷം തികയാൻ ഒരു ദിവസത്തിന് കുറവുള്ളൂ. ആ ദിവസം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം മുടക്കി, മകളുടെ ബന്ധുസ്ഥാനം പോയി അവശാക്കി. അതൊക്കെ ഒരു തെമ്മാടി ചീപ്പ് പോപ്പുലാരിറ്റി ചെയ്ത് അങ്ങനെയുള്ളവരൊക്കെ തല്ലിക്കൊള്ളും, കുഴപ്പമൊന്നുമില്ല. അതല്ല 2 വയസ്സ് നിൽക്കട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ആ സമയത്ത് കുഞ്ഞിൻ്റെയൊക്കെ അവകാശം മടങ്ങിയാൽ സ്വാഭാവികം ജീവൻ അപകടത്തിലാവുന്നത് കണക്കാക്കിയാണ് ഇത് സൃഷ്ടിച്ച സൃഷ്ടാവ് പിന്നെ ഇങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? ഈ നിയമം അച്ഛൻ്റെ അച്ഛനിലേക്ക് മടക്കിയത്. അതൊക്കെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയുന്നത്, ലോകത്ത്, ഇന്ത്യയിൽ, കേരളത്തിൽ അള്ളാഹുവിനും ഭയന്ന് കഴിയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം പുരോഹിതന്മാരുണ്ട്. അവരോട് ഞാൻ ക്ഷമ ചോദിച്ചൊരു ആക്കം പറയാണ്. നിങ്ങൾ എന്നോട് പഠിക്കരുത്, എന്നെ ശപിക്കുകയും ചെയ്തത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതെന്നറിയോ? താടിയും തലപ്പാവും മത്തങ്ങ തഴവുള്ള ചില പുരോഹിത മനുഷ്യ മൃഗങ്ങളെ കുറിച്ചാണ്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഇന്നൊരു ചർച്ച കണ്ട് ഈ ചാനലാണ്, അത് സുന്നികളും മുജാഹിദും തമ്മിൽ ചർച്ച. ഇവിടെ അക്ബർ ഒരു മഹാമാന്യനുണ്ട്. ആ മാന്യൻ കേരളത്തിൽ വന്ന് അയാൾക്കെന്തോ ആളെ കൂട്ടി കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തതിൻ്റെ പേരിലാണ് ഈ ക്രിസ്ത്യൻകളും ക്രിസ്ത്യൻ സഭ ഇത്ര ഇതാകാൻ കാരണം. അക്ബർ, ഞാൻ പേരെടുത്ത് പറയാം, അക്ബർ എന്ന ഒരു ജീവി ക്രിസ്തു മതവും മുസ്ലിം മതവും താരതമ്യപ്പെടുത്തി വലിയ വ്യൂകളുമായി കുറേ പരസ്യം നടത്തി, ആളെ കൂട്ടി ചർച്ച നടത്തി. അതിന് ഇസ്രായേൽ ഉൾപ്പെടെ വിദേശ ലോബി പൈസ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി കാരണം കൊണ്ടാണ് വളരെ സമാധാനമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം, ഹിന്ദു സമുദായമൊക്കെ ഏകോദര സഹോദരന്മാരെ പോയി ജീവിച്ചിരുന്ന കേരളത്തിൽ പോലും ഈ ക്രിസ്ത്യൻ സമുദായം മുസ്ലിങ്ങൾക്കെതിരെ വരാനുള്ള കാരണം ഈ ഒരു നിത്യം പറയുന്നല്ലോ ക്രിസ്തു മതം മോശമാണ്, മുസ്ലിം മതം മോശമാണ്, നല്ലതാണ്. അങ്ങനെ ക്രിസ്തു മതത്തിൽ എടുത്തേറ്റവും ശരിയൊക്കെ ഇല്ലായിരിക്കില്ല. അത് താരതമ്യം ചെയ്ത് അന്ന് ഞങ്ങൾ അക്ബറോട് കാര്യം പറഞ്ഞു, മുട്ടല് തല്ലി ഓടിക്കും, മുട്ടുകാല് തല്ലി ഓടിക്കും. എങ്ങനെ ഇതിലേക്ക് നിങ്ങൾ മതത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചോ, ഇസ്ലാം മതമാണ് ഏറ്റവും നല്ലത്, ആയിക്കോട്ടെ, അതിൻ്റെ നിയമമുണ്ട്. നിങ്ങൾ മറ്റു മതമായിട്ട് താരതമ്യം ചെയ്യുക, ആ മതത്തിൽ കുറവുകൊണ്ട് പറയുകയും ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ഏത് നെറികെട്ട മക്കളും, അതിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനും, ചില മുസ്ലിം നാമധാരികൾ മുസ്ലിം മതത്തെ കുറ്റം പറഞ്ഞു, അവർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞതല്ല, അക്ബറിനെ കുറിച്ച് മാത്രമല്ല. അപ്പോൾ അക്ബറിനോട് ഞങ്ങൾ താക്കീത് കൊടുത്തിരുന്നു. എന്താണ്? നിങ്ങളുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചോ, നിങ്ങളുടെ മതം ഏറ്റവും നല്ലത്, ഓക്കെ, അതിലൂടെ അവകാശമാണ്. നിങ്ങൾ മറ്റു മതത്തെ താരതമ്യം ചെയ്തുകൊണ്ട് അത് കുറ്റാണ്, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമാധാനമായിട്ട് കഴിച്ച ക്രിസ്ത്യൻ സമുദായത്തിൽ, പ്രത്യേകിച്ച് സഭയ്ക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് ചെയ്ത്. ഇത് ഞാൻ പറയാൻ കാരണം, ബുദ്ധിയുള്ള ഇസ്ലാം മതത്തിലെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾ മുജാഹിദായിക്കോ, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാകുക, നിങ്ങൾ പിന്നെ സുന്നിയാകുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതല്ലേ പറഞ്ഞു 71 വിഭാഗമുണ്ട് മഹ്ശറയിൽ, അത് ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ, ബാക്കി 72 നരകത്തിൽ പോകുന്നൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കിതാബിൽ പറയുന്നല്ലേ, ഞാനത് പറയുന്നില്ല. അതൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ മുജാഹിദാണെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം നല്ലത് നിങ്ങൾ പ്രസംഗിച്ചോ, ആളെ കൂട്ടിക്കോ, ഒരു കുഴപ്പമില്ല. അത് സുന്നിയായിട്ട് എതിർത്തുകൊണ്ട് അത് സുന്നിയിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞോ ചെയ്യരുത്. അതുപോലെ സുന്നിക്കാരും സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, വളരെ ഗൗരവത്തിലാണ്. നികൃഷ്ട ജീവികളെ, നിങ്ങളുടെ ശത്രു ആരോ ഇന്ത്യയിൽ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇറാഖ് നമ്മൾ അടിച്ചടിച്ച് എല്ലാം നശിപ്പിച്ച് ലക്ഷങ്ങൾ ആൾക്കാരെ കൊന്ന് കോടി രൂപയെ നശിപ്പിച്ചിട്ട് ഇപ്പോഴത്തെ മുഖ്യ ശത്രു ഇസ്രായേൽ, അതിന് ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി. അപ്പോൾ വല്ല ഓപ്പുങ്ങയിലുണ്ടോ? അതുപോലെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ആശയം തന്നെ അവരുടെ ഫിലോസഫി തന്നെ മുസ്ലിം വിരോധമാണ്. ഞങ്ങൾ കുറ്റം പറയില്ല, കാരണം അവരുടെ പോളിസിയാണത്. അപ്പം അങ്ങനെയുള്ള ഒരൊറ്റ മുസ്ലിം മന്ത്രിമാരോ മുസ്ലിം എംപിമാരോ MLA മാരോ BJP-യിൽ ഇന്ത്യയിലില്ല, ഒരു സ്റ്റേറ്റിൽ പോലും ഇല്ലെന്നെ അറിയാം, സ്റ്റേറ്റിൽ പോലും ഇല്ല. അത് അവരുടെ പോളിസി, അവരതാണ് മുസ്ലിം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവർ എങ്ങനെയെല്ലാം നശിപ്പിക്കാം. ഇപ്പോൾ ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എത്ര വർഷം കഴിഞ്ഞ് അത് നേടിയെടുക്കാൻ? 48, 50 വർഷം കിട്ടി. ഇനി അവർക്ക് അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. എൻ്റെ മുജാഹിദ്, സുന്നി, ജമാഅത്ത് വിഡ്ഢികളെ, ഇനി അവർക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അവർ ഈ വഖഫ് പുതിയ നിയമം കൊടുത്തിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം അത് സർക്കാർ ഭൂമിയാണ് എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ച് അവർ കയ്യേറാനാണ് ഉദ്ദേശിക്കുന്നത്, അവർ കൈയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അല്ല, ഇനി 100 വർഷം ഒരു പള്ളിക്ക് വേണ്ടി കാത്തിക്കാൻ അവർക്ക് സമയമില്ല, അവർക്ക് താല്പര്യമില്ല. അവർ 100ാമത് വർഷം ആഘോഷിക്കണം. ആ 100ാമത് വർഷം ആഘോഷിച്ച് എന്ത് ലക്ഷ്യമെന്നും മനസ്സിലാക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് കഴിവില്ലെങ്കിൽ നിങ്ങളൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ശത്രുവാണ് മുജാഹിദ്, നിങ്ങൾക്കിപ്പോൾ ശത്രുവാണ് ജമാഅത്ത്, നിങ്ങൾക്കാണ് ഇപ്പോൾ ശത്രു അത് സുന്നി. ഇതൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയ അന്നത്തെ ഉലമാക്കളും ഉമറാക്കളും അവരൊക്കെ നമ്മൾ തല്ലിക്കൊള്ളണം. അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വരും തലമുറയാണ്, ഈ തലമുറയാണ്. ബ്രിട്ടീഷായിട്ട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, അതിന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് തടസ്സമുണ്ട്. അത് ഉപദേശിക്കാൻ ഒരൊറ്റ ആൾ പോലും ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലുണ്ടായോ? എന്താ പറയേണ്ടത്? എടോ, ഇംഗ്ലീഷ് എന്നൊരു ഭാഷയാണ്, അറബി എന്നൊരു ഭാഷയാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ലോക ഭാഷയാണ്. അത് ആർക്കും പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ആർക്കും പഠിക്കാം. ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടായിരിക്കാം, കാരണം ബ്രിട്ടീഷ് ഇന്ത്യ വന്ന് കയ്യേറി നമ്മളെ അടിമകളായിരിക്കുകയാണ്. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അന്നത്തെ മുസ്ലിം സമൂഹങ്ങൾക്ക് കൂടുതൽ വെറുപ്പുണ്ടായത് സമ്മതിക്കാം. ഇവിടെ സംഘ് പരിവാർ എന്ന് പറയുന്നവർ ബ്രിട്ടീഷുകാർ ഓടം തന്നപ്പോൾ ഇവരാണ് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, സ്വത്ത് കൊടുത്തു, എല്ലാം ഉണ്ടായി. അതായത് ഇപ്പോൾ കണ്ടില്ല, അന്ന് ഡൽഹിയിൽ മറ്റേ ഗേറ്റിൽ വച്ചിരിക്കുന്നത് 36,000 മുസ്ലിങ്ങളുടെ പേരെന്ന് പറയുന്നത്. 1,00,000 ആളുകൾ 36,000 മുസ്ലിങ്ങൾ. അവരൊറ്റ RSS ഇതില്ല. അത് പോട്ടെ, അങ്ങ് നിൽക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ശത്രു ഇന്ത്യയിൽ? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇറാഖിനോടും ഇറാനോടും നമ്മൾ ചോദിക്കണം, ആരായത് നിങ്ങളുടെ മുഖ്യ ശത്രു? ഇപ്പം സദ്ദാം ചത്തുപോയിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കുഴപ്പമുണ്ടെങ്കിൽ കേണൽ ഗദ്ദാഫി ഇപ്പം ഇറാനിൽ അതേ സ്ഥാനത്ത് മരിച്ചുപോയി, നിങ്ങൾക്കൊരു ചുക്കൂല, മണ്ണടിച്ച് പോയി. ഇറ്റ് ഈസ് ഗോൺ. പക്ഷേ ഇറ്റ് വാസ് ഗോൺ. അതേസമയം ഇതുണ്ടല്ലോ, ഇതെന്താണ് ചെയ്യുന്നത്? ഇപ്പം തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് തീക്ത അനുഭവങ്ങൾ. ഇപ്പം ഇസ്രായേൽ ഒരു വശത്തുകൂടി, അമേരിക്ക വേറെ വശത്തുകൂടി, റഷ്യ വേറെ വശത്തുകൂടി, ഇറാൻ വേറെ വശത്തുകൂടി, ഇടയ്ക്ക് ഉത്തര കൊറിയ വേറെ വശത്തുകൂടി. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം നശീകരണത്തോടൊപ്പം മനുഷ്യർ കൊല്ലലാണ്, നാടുനാക്കല്ലല്ലോ. ഇസ്രായേലിനെ പോലെ ഇത്ര നീട്ട രാജ്യം ലോകത്തില്ല എന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞു. കുഞ്ഞു മക്കളെ എന്ത് അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ബോംബിട്ട് കൊല്ലുന്നത്? നിങ്ങൾക്ക് അതോട് എന്ത് നിർവൃത്തിയാണ് കിട്ടുന്നത്? ഏതെങ്കിലും മതം പറഞ്ഞല്ലോ, ബൈബിളോ ഖുർആനോ ഗീതയോ എന്തിൽ പറഞ്ഞിട്ടുണ്ടോ ഈ ജനങ്ങളെ കൊല്ലാൻ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ലക്ഷ്യം രാഷ്ട്രീയമാണ്, പിന്നെ ഭൗതിക നേട്ടമാണ്. അപ്പം ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞിട്ട് മറ്റേ വിഷയം കിടക്കാം. അതായത് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ഞങ്ങളെപ്പോഴും പ്രതികരിച്ചാൽ അന്ന് MM അക്ബറോട് പറഞ്ഞ പോലെ മുട്ടുകാല് തല്ലി ഓടിക്കേണ്ട രംഗത്തിറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇറക്കരുത്. ഞാൻ ഒരാളല്ല, ഇന്ത്യയിൽ 3 ജനസംഖ്യകൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. അത് മുസ്ലിങ്ങൾ, അതുപോലെ സുന്നികളും മുജാഹിദും നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനം നല്ലത് പറഞ്ഞു, അതിന് കുഴപ്പമില്ലെന്ന്. ഇന്നും നിയമമുണ്ട് ഇവിടെ. ഏത് മതം സ്വീകരിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് വേറെ കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതുണ്ടോ, തമ്മത്തല്ലി ശക്തി ഉറക്കാണ്. അങ്ങനെ ചെയ്യില്ലേ? ഒരു മുസ്ലിമെങ്കിലും ഈ പാവപ്പെട്ട സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികളോട് ഈ കാര്യം തുറന്ന് പറഞ്ഞതിൽ അവരെ പിന്തിരിപ്പിക്കണ്ടേ? നിങ്ങൾ എതിർക്കേണ്ട. നിങ്ങൾ പ്രസ്ഥാനത്തെ വളർത്ത്. ഒരിക്കലും പരസ്യമായി അത് ചാനലിൽ ഇപ്പോൾ എൻ്റെ ഈ സംഭാഷണം ലോകം മുഴുവൻ പോകുന്ന എനിക്ക് ഒളിച്ചു വയ്ക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ നിയന്ത്രിച്ച് വേണം പറയാനായിട്ട്. നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ ഒരു പള്ളി കയറി ഹാളിനകത്ത് സംസാരിക്കുമ്പോഴല്ല, ഇത് ഓപ്പണാണ്. ആ ഓപ്പൺ എയറിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ 2 മത്സ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് തെളിവ് കൈകൊട്ടി ചിരിക്കുമ്പോഴേ മറ്റ് സമുദായങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ഇവർ ഇത്ര മണ്ടന്മാരാണോ, ഇത്ര വിഡ്ഢികളാണെന്നല്ലേ? കറക്റ്റില്ലേ ഇത്? ആ പോയി കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പല കാന്തപുരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും കാന്തപുരം ആലപ്പുഴയിൽ ഒരു കളക്ടർ മാറ്റുന്ന വേണ്ട കാര്യം വന്നപ്പോഴേ എത്ര ലക്ഷം മുടിക്കാണ് സമരം ചെയ്തത്, എത്ര ദിവസം. എന്തിൻ്റെ ആവശ്യം? ആ പിണറായി സഖാവോട് ഒരു ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ചില ബുദ്ധിമുട്ട് അത് മാറ്റൂലേ? അപ്പോൾ അവർക്ക് അതിനൊക്കെ ഇപ്പോഴും നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ കാന്തപുരം ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് പണിയിട്ട് കാര്യമില്ല, ആലുവയിൽ വെച്ചൊരു യോഗം കൂടി പിണറായി സഖാവായിട്ട്. അപ്പോൾ പിണറായി സഖാവായിട്ട് ചോദിച്ചെന്നാ രജിസ്റ്റർ പറയാണ്, ഇബ്രാഹിം കുഞ്ഞിനെ ആലുവയിൽ കളമേശ് നിർത്തുമ്പോൾ യൂസഫിനെ എതിരായി നിർത്തരുത്, അവർ രണ്ട് സ്ഥലത്ത് കൊടുക്കും. അതാണ് പുള്ളിയുടെ ആകെ ഒരു ഡിമാൻഡ്. അപ്പോൾ പിണറായി സഖാവ് പുള്ളിയോട് ചിരിച്ച്, ഈ വീട്ടുകൾക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി, എനിക്ക് എന്തിനും കഴിവുള്ള ഞാൻ തൻ്റെ ഇടി, എന്നോട് വേറെ നിങ്ങൾക്കൊന്നും ചോദിക്കാൻ പാടില്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മലബാർ ഭാഗത്ത് 1-2 സീറ്റ് ജയിപ്പിച്ചെടുക്കാൻ പാടില്ലേ?
അതൊന്നും ചെയ്തില്ല. അതാണ് മണ്ടന്മാർ ഞാൻ പറയുന്നത്. അല്ല കുറേ പിന്നെ പിന്നെ ഈ സിയാർത്ത് ചെയ്യുക, അതായത് മരിച്ച അവിടുത്തെ ഖബർ സിയാർത്ത് ചെയ്യുക, അത് തെറ്റും ശരിയൊക്കെ ആകട്ടെ, അങ്ങനെ പോകുന്നവർ പോയിക്കോട്ടെ. നിങ്ങൾ പോകുന്ന എതിർക്കാൻ വേണ്ട, പോകുന്നത് പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട. അപ്പം മണ്ടന്മാർ നിങ്ങളത് ചെയ്യരുത്. അതാണ് പ്രത്യേക കാരണം. ഇത് കേട്ടുകൊണ്ട് ചർച്ച ഇരിക്കുന്ന സമൂഹത്തിൽ മറ്റ് ഇതര സമുദായങ്ങൾക്കൊക്കെ ഈ സമുദായത്തെക്കുറിച്ച് എന്തൊരു മോശമായിരിക്കും ചിന്ത. നാണക്കടല്. പണ്ട് നമ്മളങ്ങനെയൊക്കെ ആയിരുന്നു, കുറേ മണ്ടത്തെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി, തലമുറയിൽ കുറേ ബുദ്ധിജീവികളുണ്ട്, അവർ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഉടമകൾ അറബികളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. ലോകത്തെ ഏറ്റവും ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചൊരു മുസ്ലിം സ്ത്രീയായിരുന്നു. ഇപ്പം മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ് സംഘപരിവാരം ക്രിസംഗി പിന്നെ മുസംഗിയൊക്കെ പറയണല്ലേ. ആരോടോ ചരിത്രം പഠിച്ച ലോകത്തിൽ ആദ്യത്തെ മൊറോക്കോയിൽ സർവകലാശാല, അത് അറബി സർവകലാശാല തുടങ്ങിയത് ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. ഇവിടെ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എല്ലാം ഏത് 1400, 300, 600 വർഷം മുമ്പാണ്. ഈ അമേരിക്കൻ ബ്രിട്ടൻ ഫ്രാൻസ് കണ്ടുപിടിച്ച് ഓരോന്നിപ്പോൾ ഈ അടുത്ത 100, 150, 200 വർഷമുള്ളൂ. അത് ഞാൻ അതൊക്കെ പോറ്റി പറഞ്ഞല്ല. അപ്പം അത്ര നികൃഷ്ടമായ ഒരു ജീവിയല്ല ലോകത്ത് ഇസ്ലാം. അത്ര നികൃഷ്ടമായ ഒരു ആദർശമല്ല ഇസ്ലാം. അത് നല്ലൊരു ആശയമാണ്, ആദർശമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇസ്ലാമിനെ കുറിച്ച് വികൃതമായിട്ട് ചില കുബുദ്ധികൾ കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. ഇത് നമ്മൾ ഉത്തരം പറയാത്ത കാരണം ഞാൻ ഇന്നലെ ബോംബെയിൽ കാര്യം പറഞ്ഞു, അത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അതിന് അവസരം കൊടുക്കുന്നു. ഈ താടി വച്ച ചില ചില പുരോഹിതന്മാർ, എല്ലാവരും അല്ല, വളരെ കുറച്ച് പുരോഹിതന്മാർ അതിന് അവസരം കൊടുക്കുകയാണ് ഇവർക്ക്. അതങ്ങനെ ശരിയാണോ? അത് തന്നെയല്ല. ഭരണാക്ഷപക്ഷ ഭാഷ പറയുമ്പോൾ ഐ ലൈക്ക് ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു, ബട്ട് ഐ ഹെയ്റ്റ് മുസ്ലിങ്ങൾ വെറുക്കുന്നു. എൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ ഈ പർദ സിസ്റ്റം ഇവിടുന്ന് ആലോചിച്ച് നോക്ക്. ഈ മുഖം മറിച്ച് കന്നുകാലിയെ പാർത്ത് കൊണ്ടുപോകും പോലെ. അത് എന്ത് നിയമം, ഏത് നിയമം, ആര് പറഞ്ഞ നിയമം? മുഖം മറിച്ച് പുറത്തിറങ്ങും. നിങ്ങൾ പുറത്തിറങ്ങിയത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പർദ്ദ ഇട്ടോ ഒരു ആശ്വാസം. ഇപ്പോൾ സ്വർണ്ണത്തിന് വലിയ വിലയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വർണം ആഭരണം വളരെ താല്പര്യമുള്ളതാണ്. ഇല്ലെങ്കിൽ നാണക്കേട്, ആ കുറച്ച് ഒഴിവാക്കാം. പർദ്ദയ്ക്കുള്ളിൽ സ്വർണ്ണം ഉണ്ടോ ഇല്ലെന്ന് ആദ്യം നോക്കുമല്ലോ. അതൊരു പർദ്ദ ഇട്ടോ, അത് കുഴപ്പമില്ല. അത് വെള്ളവസ്ത്രമാണെന്ന് ആക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശം വെച്ചതോ, അത് വേണിച്ചാൽ മതി. പക്ഷേ ഈ കവിള് മറിച്ച് പുറത്തിറങ്ങുന്നത്, കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട്, അത് ഏത് സംസ്കാരമാണ്? എവിടുത്തെ സംസ്കാരമാണത്? ആ ഒരു സംസ്കാരം ഇന്ത്യയെ പോലൊരു ബഹുസ്വര മതങ്ങളുള്ള പിന്നെ ഇതിൽ അതൊക്കെ അവഹേളന മാത്രമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രവാചക കാലത്ത് മുഖം പോലും മറിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അത്ര എനിക്ക് ഗ്രാഹ്യമില്ല. ഒരു കാര്യം പറയും, പ്രവാചക കാലത്ത് ഉണ്ടായില്ലെങ്കിലും ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ഈ മുഖത്ത് ആ ഒരു ഉറയിട്ട് കണ്ണ് മാത്രം കാണിച്ചു പോകുന്ന രീതി ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനുള്ള. ഇനി അതിൻ്റെ പേര് നരകത്തിൽ പോയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാത്തത്. അപ്പോൾ തലമറക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്തൊക്കെ സുപ്രീം കോടതി ചോദിച്ചു, പർദ്ദ അല്ല ഈ തട്ടൻ, അതായത് പറഞ്ഞത് ഹിജാബ് തലമറക്കുക, അത് നല്ലതാണ്. പക്ഷെ അപ്പോൾ കോടതി ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ പൊട്ട് തൊട്ട് വരുന്നതും ചരട് കെട്ടി വരുന്നതൊക്കെ മതചിഹ്നവും അതൊക്കെ നിങ്ങൾ നിരോധിക്കുമോ? പേര് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പേര് നിങ്ങൾ നിരോധിക്കുമോ? ഇതൊക്കെ കോടതി ചോദിച്ചു. അത് നല്ല. ഇത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ 2024, നിങ്ങളുടെ കോളേജ് തുടങ്ങിയത് എത്ര? 2005. എത്ര വർഷമേ? ഈ 10-20 വർഷക്കാലം നടത്തി ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ വന്ന് അത് കോടതിക്ക് മനസ്സിലാക്കി ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന്. അങ്ങനെയുള്ള അബദ്ധജടിലമായ വക്രബുദ്ധികളായ അവരോട് ആദർശവും ഞങ്ങൾ യോജിക്കുന്നില്ല. അതൊക്കെ വഴക്കുണ്ടാക്കാനാണ്. കോട്ടയത്ത് ഒരു കോളേജിൽ തട്ട് എന്നപ്പോൾ തട്ട് ഒഴിവാക്കാൻ പറഞ്ഞ് പരാതി വന്നപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീ, ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മ എന്നെ വിളിച്ചു, സാർ അജിക്ക ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുന്ന കന്യാസ്ത്രീകൾ ആരെങ്കിലും തലമറച്ചുകൊണ്ട് നോക്കാൻ പറഞ്ഞു. സിമ്പിൾ ചോദ്യമാണ്. കൊണ്ട് തലമറച്ചുണ്ട്. അപ്പോൾ കന്യാസ്ത്രീകൾ എന്ന സ്ത്രീ തലമറിച്ച് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അതിൽ സ്റ്റുഡൻറ്റ് തല ഒന്ന് മറച്ചുകൊണ്ട് എന്താ തെറ്റെന്ന് ചോദിക്കുക. അപ്പം അല്ല, ആ പ്രശ്നം അവിടെ അത് തീർന്നത്. സഭയൊക്കെ ഇടപെട്ട് ആ പ്രശ്നം അതോട് തീർന്നത്. തല ഇട്ടോട് ഇടാം. പക്ഷെ ഈ മുഖം മറച്ചുള്ള
അതൊരു രീതിയല്ല. ഇപ്പോൾ ചില ഡോക്ടർമാരെ എനിക്ക് പറയുമല്ലേ, മുഖം മറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതിൽ കള്ളനുണ്ട് വെള്ളനൊക്കെ ഉണ്ട്. അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കാതെ ഈ സമൂഹമായി നിങ്ങൾ ഈ മറ്റുള്ള ദൃഷ്ടിയിൽ കൊച്ചായി പോവല്ലേ. അത് അപകടമാണ്. അപ്പോൾ വഖഫ് സ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ അറിഞ്ഞില്ലേ, എന്താണ് വഖഫ് സ്വത്തിനുള്ള കാര്യമെന്ന് പറഞ്ഞത്? അതൊരു ട്രിബ്യൂണലായിരുന്നു. ട്രിബ്യൂണലിൽ നിന്ന് അതൊരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ് അതിൻ്റെ ചെയർമാൻ. ആ സ്ഥാനത്ത് നിന്ന് അത് എടുത്ത് ഒരു കളക്ടർക്കോ അല്ലെങ്കിൽ തഹസിൽദാർ ഏൽപ്പിക്കാൻ പോകണം. അപ്പോൾ നിയമവാഴ്ചയുള്ള ജുഡീഷ്യറി അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് എടുത്ത് ജുഡീഷ്യറിയിൽ നിന്ന് എടുത്ത് ബ്യൂറോക്രസി, ഇത് പരിഷ്കാരത്തിന് വേണ്ടിയാണ്. പിന്നെ വനിതകൾ വേണമെന്ന് പറഞ്ഞു. വനിതകൾ ഇപ്പോഴേ ഉണ്ട്, കേരളത്തിൽ പോലും വനിതകളുണ്ട്. പിന്നെ മറ്റ് സമുദായങ്ങൾ വേണം. അതൊക്കെ ചോദിച്ച് എന്താ ഈ മുജാഹിദ് സുന്നി ജമാഅത്തെ നിങ്ങൾ മനസ്സിലാക്കുക, നിയമം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോയിൻറ്റ് കമ്മീഷൻ ചർച്ച ചെയ്തിരിക്കുകയാണ്, കൗൺസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞറിയോ? അതിൽ ആ മുസ്ലിങ്ങൾ വേണമെന്ന്. എവിടെ എത്തിയിടൂ? തന്നെയല്ല, ഇനിയുള്ള ഈ ഇതൊക്കെ സർക്കാർ ഭൂമി കയ്യേറിയതാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം BJP ഗവൺമെൻറ് തിരിച്ചെടുക്കാം. അങ്ങനെ ഒരു വിഭാഗം വളരെ ബുദ്ധിപൂർവം ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ പരസ്പരം മത്സരിച്ച് നിങ്ങളുടെ ശക്തി തീർത്താൽ പിന്നെ എവിടെ ഒരു ആവശ്യം ഉപയോഗിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വേറൊരു കാര്യം പറഞ്ഞാൽ നിർത്താം. കാരണം ഇപ്പോൾ ബംഗ്ലാദേശ്, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ബംഗ്ലാദേശിനല്ല ഒരു ദേശത്തും ആരെയും ആക്രമിക്കുന്ന നമുക്ക് സപ്പോർട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിനും ഇപ്പോൾ കെയർടേക്കർ ഭരണകൂടത്തിനും ഉണ്ട്. അതിൽ ഒരു സംശയക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. അതിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ നിയുക്ത പ്രധാനമന്ത്രി അല്ല, കെയർടേക്കറുടെ ഒരു ഇതാണ് പ്രധാനമന്ത്രി, അവർ ഉപയോഗിക്കുന്നില്ല, കൺവീനറായിട്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുന്നതാണ്. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇന്ത്യയിൽ പ്രതീക്ഷിക്കേണ്ട പറയാൻ കാരണം ഞങ്ങൾക്കതിൽ പരാതിയില്ല. ഇന്ത്യ ഭരിക്കുന്ന കക്ഷി BJP, ഭാരതീയ ജനതാ പാർട്ടി. അതിൻ്റെ നയിക്കുന്നത് സംഘപരിവാറിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ മുസ്ലിം വിരോധത്തിന് പേരിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ബംഗ്ലാദേശ് അല്ല, ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കേവലം 8% ഹിന്ദുക്കളിൽ 2 പേര് വെച്ചു. ഇപ്പോൾ ജയശങ്കർ വക്കീൽ ഇന്നലെ പറഞ്ഞ് 14 പേരെന്താ, 17 പേരെന്നാണ് പറഞ്ഞത്. ഒരു വോട്ട് പറഞ്ഞ് 16 പേര്. ഇതിൽ 17 പേരുള്ളതിൽ 2 പേര് ന്യൂനപക്ഷ സമുദായത്തിൽ ഹിന്ദു സമുദായത്തിലുണ്ട്. ഇവിടെ 20% ഉണ്ടായിട്ട് ഒരാൾ പോലും എടുത്തില്ലെന്ന് മാത്രമല്ല, പരമാവധി അവരെ നശിപ്പിക്കാനും പിന്നെ തകർക്കാനും ശ്രമിക്കുകയാണ്. അത് അവരുടെ ലക്ഷ്യമാണ്. അങ്ങനെ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ നന്നാകണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളേ? നന്നാവില്ല. അവരുടെ ലക്ഷ്യം അതാണ്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഈ സമുദായത്തിലെ നേതാക്കൾ, ഉലമാക്കൾ പരസ്പരം അടിച്ചടിച്ച് തീർക്കാണ്. അത് ഏതുപോലെയെന്ന് ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. അത് വേറൊന്നുമല്ല, ഒരു രാജ്യത്ത് ഒരു രാജാവിനുണ്ടെങ്കിൽ ഒരു ഗുസ്തി വീരൻ, അടുത്ത രാജ്യത്ത് 2 ഗുസ്തിവീരന്മാർ വന്ന് മത്സരിക്കാൻ. അപ്പോൾ ഈ ഗുസ്തിവീരന്മാരെ കണ്ടപ്പോൾ തന്നെ ഈ രാജ്യത്തെ ഗുസ്തിവീരൻ മനസ്സിലായി ജയിക്കില്ലെന്ന്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിമാനായ മന്ത്രി എന്താ പറഞ്ഞറിയോ? നിങ്ങൾ മാറി നിൽക്ക്, മത്സരിക്കപ്പെടുന്ന ഞങ്ങളാണ്. എന്നിട്ട് അവർ വിളിച്ച്, നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേര്. 2 പേരെടുപ്പോൾ ഞങ്ങളുടെ മല്ലൻ ആരായിട്ട് മത്സരിക്കും? അതുകൊണ്ട് ആരായിട്ട് മത്സരിക്കാൻ അറിയുമ്പോൾ നിങ്ങൾ തമ്മിൽ പിടിച്ച് ജയിക്കുന്ന ആളായിട്ട് മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ പിടിച്ച് 2 അവസരമായപ്പോൾ മത്സരിക്കാതെ തന്നെ അവർ തിരിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രാജാവ് യുദ്ധം ചെയ്യാതെ ജയിച്ചു. അതുപോലെ ഇവിടെ എന്താ വെച്ചാൽ ഈ ശത്രു, അത് ബ്രിട്ടീഷുകാർ കണ്ടുപിടുത്താണ്. പണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പുണ്ട്. ഉണ്ട് പരസ്പരം അടുപ്പിച്ച് നശിപ്പിക്കുക, അങ്ങനെ തകർക്കുക എന്നുള്ളത്. ആ ലക്ഷ്യം ഇസ്രായേലുണ്ട്, ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്, റഷ്യയൊക്കെ ഉണ്ട്. ഒരു പരിധിവരെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾ കാണാം, അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾ കാണാനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മണ്ട ശിരോമണികളെ, അത് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരും എല്ലാവരും എല്ലാം പറഞ്ഞത്, ബാക്കിയെല്ലാം വളരെ റെസ്പെക്റ്റ്, അള്ളാഹുവിന് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൗലിമാരുണ്ട്. അവരോടല്ല ഞാൻ പറയുന്നത്, അവരെ ആൾ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിയോട് ക്ഷമ ചോദിച്ചാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.